ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവിൽ സ്നേഹവന്ദനം. ഓൺലൈനായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ക്രിസ്തുവിൽ ഏറെ സന്തോഷത്തോടെയും പ്രത്യാശയോടുകൂടെയുള്ള സ്നേഹവന്ദനം. നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ള ദൂത് ഫിയറിനെ കുറിച്ച്. ഡു നോട്ട് ഫിയർ, ഭയപ്പെടേണ്ട എന്നുള്ളതിൻ്റെ പാർട്ട് 2. മമ്മി റിട്ടേൺസ് എന്നൊക്കെ ഞാനന്ന് പറഞ്ഞായിരുന്നു. കർത്താവ് വീണ്ടും അതിൽ തന്നെ ശുശ്രൂഷിക്കാനായിട്ട് ഒരവസരം തന്നിരിക്കുന്നു. ഐ ബിലീവ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഭയങ്ങളെ ജയിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഏറെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ഭയത്തിൽ നിന്ന് ജയിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മോറീൻ എന്നുള്ള പേർ പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവ് ഒരു പുതിയ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. കർത്താവ് താങ്കൾക്ക് വേണ്ടി ചില വാതിലുകൾ, ചില കൃപാവരങ്ങൾ താങ്കളുടെ ജീവിതത്തിലേക്ക് പകരുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ മധ്യേ ശുശ്രൂഷിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയായിട്ട് ചോദിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഏതൊരു മനുഷ്യൻ്റെ വാക്ക് കേൾക്കുന്നതിനേക്കാളും പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത്, ഈ വചനത്തിൻ്റെ സമയത്തെല്ലാം പരിശുദ്ധാത്മാവ് എന്നിലൂടെയും പരിശുദ്ധാത്മാവ് ഡയറക്റ്റായിട്ട് ഓരോ വ്യക്തികളോടും ഇടപെടാനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഏവരും, ഇന്ന് ട്യൂണിൻ ചെയ്യുന്ന ഏവരും, ഈ സന്ദേശം പിന്നീട് കേൾക്കുന്ന ഏവരും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഭയങ്ങളെ ജയിച്ച് ഞങ്ങളുടെ മുഴുവനും കർത്താവിന് സമർപ്പിച്ച് ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ സമയം ഇല്ലാതെ ഇരുന്നവർക്ക് വേണ്ടി പെട്ടെന്ന് ഞാനൊരു റീക്യാപ്പ് എടുത്തിട്ട്, എനിക്കറിയാം ഞാനൊരു സീരിയൽ പോലെ ആ ട്വിസ്റ്റിൽ നിർത്തിയിരിക്കാമെന്നറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ സന്ദേശം കഴിഞ്ഞൊരു അമ്മാമ്മ പറഞ്ഞു, പാസ്റ്റർ പേടിയെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചെറിയ സന്ദേശവും ചെറിയൊരു സൊല്യൂഷനും പറഞ്ഞിട്ട് പാസ്റ്റർ നിർത്തി. ഇനി അടുത്തത് വരെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണം. പക്ഷേ ഇന്ന് പെട്ടെന്നൊരു റീക്യാപ്പ് നടന്നു. നമ്മൾ സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നോട്ട് എടുക്കേണ്ടവരും വാക്യങ്ങൾ നോക്കേണ്ടവരൊക്കെ പെട്ടെന്ന് തോന്നേ. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയുന്നത്, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അതിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ദൈവത്തിലായിരുന്നു, കർത്താവ് നമ്മളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. ആരും ഏതെങ്കിലും ഒരു രാസപ്രക്രിയ കാരണം ഉണ്ടായ വ്യക്തികളൊന്നുമല്ല. നാം ദൈവത്തിൽ നിന്ന് വന്നവരാകുന്നു, ദൈവം നമ്മെ അയച്ചവരാകുന്നു. നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി, തിരുവചനം അതിന് പറയുന്നത് നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമി എൻ്റെ ഏതോ ഒരു പ്രത്യേക തറവാടാണെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നും. കാരണം തിരുവചനം വ്യക്തമായി പറയുന്നത് നമ്മുടെ നാളുകൾ ഇവിടെ എണ്ണപ്പെട്ടിരിക്കും. നമ്മൾ ലിമിറ്റഡ് എഡിഷൻ ആണെന്നാണ് ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ഈ ലിമിറ്റഡ് എഡിഷൻ ഇവിടം കൊണ്ട് ഒടുങ്ങി പോകരുത്, നമ്മളൊരു ഇറ്റേണൽ എഡിഷൻ ആകണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. നാം നിത്യതയോളം യേശുവിനോടുകൂടി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കുറച്ച് കാലയളവിൽ ദൈവം എന്താഗ്രഹിക്കുന്നു? പലരും ചിന്തിക്കുന്നത്, പലരും ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവെ എടുത്തോണേ എന്നാ പ്രാർത്ഥിക്കുന്നത്, എടുത്തോണേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം കർത്താവിലായിരുന്നവരായിരുന്നെങ്കിൽ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിക്ക് വേണ്ടിയാണ്. ഐ വാണ്ട് ടു എൻകറേജ് ഈച്ച് വൺ. എല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുക, ഇതൊരു ചാൻസാണ്. ഇതൊരു ശാപമോ ഇതൊരു ബുദ്ധിമുട്ടോ അല്ല, ഇതൊരവസരമാണ്. ഞാൻ പല തവണ ശുശ്രൂഷയിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, കർത്താവിന് ഏതെങ്കിലും ഒരു ശുശ്രൂഷ ഇച്ചിരി ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ജന്മം ചെയ്ത് ഏൽപ്പിക്കത്തില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കൊക്കെ ചിലപ്പം ദൈവം ചോദിക്കും, എന്തൊക്കെയാ പറഞ്ഞത്?
അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചായിപ്പം ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം തിരുവചനത്തിലുള്ളത് പറയാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതും തിരുവചനം വളരെ ശക്തമായിട്ട് പറയുകയും തിരുവചനം ഇച്ചിരി പതുക്കെ പറയാൻ തന്നെ. കാരണം എനിക്കിനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്തോ ആയിരുന്നു എന്ന് കർത്താവ് ചോദിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന നാം ദൈവത്തിൽ നിന്ന് ആയിരുന്നവരാണെങ്കിൽ, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നവരാണെങ്കിൽ, അല്പസമയത്തേക്ക് കർത്താവ് നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അത് എനിക്കൊരവസരമാണ്. ഹല്ലേലൂയ. കാരണം ദൈവസന്നിധിയിൽ കോടാനുകോടി ദൂതന്മാർ കർത്താവ് ഞങ്ങളോട് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് താല്പര്യത്തോടെ ആയിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ ദൈവം തന്നെ മക്കൾക്ക് കൊടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നമുക്കിത് വലിയൊരു അവസരമാണെന്ന് പറഞ്ഞാട്ടെ. ഇതെന്തിനുള്ള അവസരമാണ്? ഈ അവസരമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി സകലതും ചെയ്ത ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള നമുക്കുള്ള അവസരമാണ്. ഹല്ലേലൂയ. പലരും ചിന്തിക്കുക, പാസ്റ്ററെ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, പാസ്റ്റർ ഞാൻ പ്രസംഗിക്കുന്നില്ല, പാസ്റ്റർ ഞാൻ അത് ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന് അതിനകത്തൊരു പെർഫെക്ഷൻ ഒരു കാര്യമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാൻ കർത്താവ് നമ്മളെ ഏൽപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് മക്കളുടെ പാർട്ട്ണർഷിപ്പാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ദൈവ കുടുംബം, ഇപ്പം നമ്മൾ ശുശ്രൂഷിക്കുന്ന പോലെ കേട്ടു, അപ്പൻ്റെ ശുശ്രൂഷയായത്. ആമേൻ. ഒന്നിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നത് പോലെ നമ്മൾ ചെയ്യണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു വളരെ പ്രഷ്യസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓരോ നാളും, ഈ എണ്ണപ്പെട്ടിരിക്കുന്ന ഓരോ നാളും ഒരു വലിയ അനുഗ്രഹകരമായിട്ടുള്ള അവസരമാണ്. അത് നമ്മൾ പാഴാക്കരുത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? എൻ്റെ അവസാന തുള്ളി വരെ എനിക്ക് ഒക്കുന്നത് പോലെ എൻ്റെ ദൈവരാജ്യത്തെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ കൂടെയുള്ള എനിക്കറിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്ത പോലെ തോന്നും. എന്തെങ്കിലും ഒരു വാക്ക് പറയുമെന്ന് വെച്ചാൽ, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് മൈക്ക് കാണുമ്പോൾ പേടിയല്ലാണ്. പക്ഷെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും മലകൾ കയറി ചില ലാംഗ്വേജസിലോട്ട് തിരുവചനം ട്രാൻസ്ലേറ്റ് ചെയ്ത പുള്ളിയായിരിക്കുന്നത്. അതും രണ്ടാമത്തെ കൊച്ചിനെ വയറിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചില മലകൾ കയറിയത്. പാസ്റ്റർ ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചു പോയെന്നുള്ളത്. പക്ഷേ എൻ്റെ തക്ക സമയത്ത് കർത്താവ് ആ മലയുടെ മുകളിൽ എനിക്ക് ഓക്സിജൻ തന്നു. നമ്മുടെ മുഴുവനും നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാൻ അല്പാൽപമായിട്ടെങ്കിൽ പതുക്കെ വളർന്ന് കർത്താവിന് വേണ്ടി കൊടുക്കാനായിട്ടുള്ള വലിയൊരു അവസരമായി ജീവിതം. അത് പാഴാക്കാനായിട്ടുള്ളതല്ല. അതേറെ സന്തോഷിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട്, ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ പാസ്റ്റർ പറഞ്ഞതുകൊണ്ടോ പ്രോഫിറ്റ് പറഞ്ഞതുകൊണ്ടല്ല, ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ എടുത്ത് എൻ്റെ കർത്താവിന് ഞാൻ അങ്ങ് കൊടുക്കുക. ഹല്ലേലൂയ. അതാ ക്രിസ്തീയ ജീവിതം. ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പോലെ, ഞാൻ വചനം വായിച്ചപ്പോൾ ആ വെളിപ്പാട് എനിക്ക് കിട്ടിയതുപോലെ, എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. അയ്യോ ദൈവികമല്ലാത്ത ആ പണം കൊടുത്താൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും, സർട്ടിഫിക്കറ്റ് വേണ്ട. അതാ എൻ്റെ ക്രിസ്തീയ ജീവിതം. എനിക്ക് അവിടെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇവിടെ ഒരുപക്ഷെ ചില സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് തീരുമാനിക്കേണ്ടി വരുമായിരിക്കും. ഹല്ലേലൂയ. ഈ ദൈവം ചെയ്യുന്നതെല്ലാം അത്ഭുതമാണ്. സങ്കീർത്തനം 139:14 വാക്യം പറയുന്നത്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആരോ പറഞ്ഞ ആ കള്ളത്താഴ്മയുടെ കാരണം കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനൊരു ഭയങ്കരമാണെന്ന്. തിരുവചനം പറയുന്നത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ദൈവം അത്ഭുതകരമായിട്ടെല്ലാം സൃഷ്ടിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും കൂടെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ തിരുവചനം പറഞ്ഞിരിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി എന്നെ ഇവിടെ അയച്ചിരിക്കുന്നുവെങ്കിൽ അത്ഭുതകരമായിട്ട് കർത്താവിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സങ്കീർത്തകൻ പറയുന്നത്, സങ്കീർത്തകൻ ആ വെളിപ്പാട് മനസ്സിലായപ്പോഴത്തേക്കും സ്തോത്രം ചെയ്യുവാന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിനി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമ്മളതിനെ നോക്കി ഭയങ്കരം,
കർത്താവേ നന്ദി. ഇത് ഇപ്പോഴത്തെ വേർഷൻ ഇങ്ങനെ ആയിരിക്കും. അന്ന് സങ്കീർത്തകൻ എഴുതിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. കണ്ണാടി നോക്കുമ്പോഴത്തേക്കും കർത്താവേ ഭയങ്കരം, താങ്ക് യു ജീസസ്. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം കർത്താവാകുന്നു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ദൈവം അതിശയവും ഭയങ്കരവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഞാൻ പറഞ്ഞു, എന്താ നമ്മുടെ പദ്ധതി? എഫെസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത്, ദൈവം നമ്മെ അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നാം അത് ചെയ്തു പോരേണ്ടതിന് നമ്മൾ ഒരുക്കാനൊന്നും പോകണ്ട. കർത്താവ് അത് ഒരുക്കിയിട്ടുണ്ട്. നാം ദൈവത്തിൽ നിന്നായിരുന്നു. കർത്താവ് നമ്മളെ അതിശയകരമായിട്ട് നമ്മെ സൃഷ്ടിച്ചു. നാം ചെയ്യേണ്ട പദ്ധതിയെക്കുറിച്ച് കർത്താവ് അത് മുന്നൊരുക്കിയിരിക്കുന്നു. അതുകൂടാതെ ഇതൊരു സാധാരണ ഒരുക്കമോ സാധാരണ ക്രമീകരണമോ അല്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ പറയുന്നത്, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് വളരെ പ്രത്യേകതയുള്ളത്. ഒത്തിരി ഉണ്ട്, ബാക്കി എനിക്കറിയാം. ഞാനിത് പറഞ്ഞതായതുകൊണ്ട് പറഞ്ഞു പോകുന്നില്ല. വളരെ പ്രത്യേകതയുള്ളത്, ആരും കേട്ടിട്ടില്ലാത്ത, ലേറ്റസ്റ്റ്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്. എന്നാൽ ദൈവം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് പക്ഷേ ഞാൻ റിലീസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അത് ആത്മാവിലാണ്. ഹല്ലേലൂയ, അത് ആത്മാവിലാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എപ്പോഴും ഓർപ്പിക്കുന്നത്, ഒരു ആത്മീയന് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ട് നിവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ആത്മീയന് മാത്രമേ ഒരു ഇഫക്റ്റീവ് ക്രിസ്ത്യൻ ആകാനായിട്ട് കഴിയുകയുള്ളൂ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തെ ബഹുമാനിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അല്പം പ്രാർത്ഥിച്ചു പോയത് കൊണ്ടോ ആരോടെങ്കിലും യേശുവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ കൂളല്ല എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ നമുക്ക് ഇച്ചിരി ഹോട്ടാവാം, ഒരു കുഴപ്പമില്ല. കാരണം ഞാനിവിടെ ആയിരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ടല്ല. ഞാനിവിടെ വന്നിരിക്കുന്ന എണ്ണപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടി സകലതും വെച്ച് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ എൻ്റെ ദർശനത്തെ മാറ്റാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഭയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആത്മീയനായിട്ടൊരു വ്യക്തിക്ക് മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് കഴിയുകയുള്ളൂ. ഞാനിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്, നാം അധികമായിട്ട് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് സമയം സഭയിലേക്കെല്ലാം കടന്നു വരുന്നു. അധികമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു സങ്കീർണമായിട്ടുള്ള വ്യക്തിയല്ല. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വലിച്ച് പിടിച്ച് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആളല്ല. കാരണം നമ്മൾ ആരും ചോദിക്കാതെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച്, നമ്മളാരും ശിഷ്യന്മാർ പറഞ്ഞില്ല, അതെ കർത്താവെ പോകുമ്പോഴത്തേക്ക് എങ്ങനെയാ വേറെ ആരെങ്കിലും വിടുവോ എന്നൊന്നും ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഏറെ ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരുമ്പോൾ, സ്ലോ ഡൗൺ ചെയ്യാൻ റെഡിയാകുമ്പോൾ, ഇരുന്ന് ദൈവത്തെ കേൾക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് ഇടപെടാൻ കഴിയും. കാരണം തിരുവചനം പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് ഒത്തൻറ്റിക് ആയിരിക്കും. ഞാൻ പലപ്പോഴും വ്യക്തികളോട് സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും, പലരും എല്ലാവരുടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ട്രാക്ക് വളരെ വ്യത്യസ്തമാണ്. ചിലർ ഒരു സ്പീഡിലായിരിക്കും പോകുന്നത്, ചിലർ വേറെ സ്പീഡിലായിരിക്കും പോകുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, മറ്റേ ആൾ ഇങ്ങനെയല്ല നമ്മൾ ഓടേണ്ടത്, നമ്മൾ ഇങ്ങനെയാണ് ഓടേണ്ടത്. ആ കണ്ണ് നാം ഉറപ്പിക്കേണ്ടത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമായിരിക്കും. ആ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ അത് കർത്താവ് വന്ന് നികത്തുമ്പോഴാണ് നമ്മുടെ ആ ക്രിസ്തീയ ജീവിതം ഒത്തൻറ്റിക് ആകുന്നത്. ഹല്ലേലൂയ. ഈ യാത്ര, യേശുവുമായിട്ടുള്ള എൻ്റെ യാത്ര നമുക്ക് പറയണമെങ്കിൽ നാം കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്തേ മതിയാകൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നമുക്ക് കർത്താവിനോട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാട്ടെ.
ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയുണ്ടായി ഫിയറിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച. അതായത് എന്താണ് ഫിയർ? ആൻ അൺപ്ലസന്റ് ഇമോഷൻ, ഒരു സുഖമില്ലാത്ത ഒരു തോന്നല. ആ തോന്നൽ എന്താ പറയുന്നത്? എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന് പറയുക. നിനക്കോ അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ നീ വില കൽപ്പിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് എന്തോ പ്രശ്നം വരാൻ പോവാന്നുള്ള തോന്നലാണ് ഒരു ഭയം എന്ന് നാം പറയുന്നത്. അത് ഞാൻ പറയുകയുണ്ടായി, അത് ഏതെങ്കിലും ഒരു മണ്ഡലം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ. ഞാൻ കഴിഞ്ഞ ദൂതിന് ശേഷം ചിലർ ടെക്സ്റ്റ് ഉണ്ടായ പാസ്റ്റർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ചിലർ പറയുകയുണ്ടായി എങ്ങനെയാ ചില ഭയങ്ങൾ അവരുടെ ശരീരത്തിൽ പോലും അവർക്ക് തോന്നുന്നതെന്ന് പറയുകയുണ്ടായി. ഞാൻ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ഞാൻ ചില ഇഴജന്തുക്കളെ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഞാൻ ആളാരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വേറൊരു സ്ഥാനത്തെ കാണുമ്പോഴത്തേക്കും ഞാൻ കസേരയിലും ടേബിളിലും കയറുന്നു. ഇതെല്ലാം വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ഇത് നാം മനസ്സിലാക്കുന്നത് ഭയം നമ്മുടെ മനസ്സിനെ, നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ മനസ്സിനെ, ശരീരത്തെ എല്ലാം ബാധിക്കുന്നു. അല്പകാലത്തെ കൗൺസിലിങ്ങിൻ്റെ പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പല വ്യക്തികളും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് അവർ ദുഷ്ടന്മാരായതുകൊണ്ടല്ല. അവർ പേടിച്ച് കഴിഞ്ഞ് ഭയപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ്. അത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10-15 അനുഭവങ്ങളായപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് പഠിപ്പിച്ചേ മതിയാകും. എൻ്റെ പരിചയത്തിൽ ഞാൻ കണ്ടുവന്ന വ്യക്തികൾ പലരും അവർ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ അവർ അബദ്ധത്തിലേക്ക് കയറിയത് ദുഷ്ടന്മാരായതുകൊണ്ടാണ്. ഇന്നൊരു പാപം ചെയ്യാം, കുറേ നാളായി ഒരു പാപം ചെയ്തിട്ട്, ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടല്ല. അവർ ഭയപ്പെട്ട്, അവർക്ക് അൺപ്ലസന്റ് ഫീലിംഗ്, ആ സുഖമില്ലാത്തൊരു തോന്നൽ വരുമ്പോഴത്തേക്കും അതിനെ കവർ ചെയ്യുവാനായിട്ട്, അതിനെ മറയ്ക്കുവാനായിട്ട്, അതിനെ എങ്ങനെ ദൈവികമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ചെയ്ത് അബദ്ധത്തിലേക്ക് ചാടുക. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നാം ഭയത്തിന് അടിപ്പെടുമ്പോൾ നാം ഓവർവെൽംഡ് ആകുന്നു. ഇനി എന്ത് ചെയ്യണം എന്നറിയാം, നമ്മൾ സ്റ്റക്കാകുന്നു. വൈകാരികമായിട്ട് ഇനി യാതൊരു പ്രത്യാശയും ഇല്ലാത്തതുപോലെ, എനിക്കിനി യാതൊരു സാധ്യതയും ഇല്ലാത്തതുപോലെ തോന്നുന്നു. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ശരീരത്തിൽ പലരുടെയും ഉറക്കം നഷ്ടമാകുന്നു. അവരുടെ ദഹന പ്രക്രിയ തന്നെ തകർന്നു പോകുന്നു. പേടിയും വന്നു. പുരുഷന്മാരാണെങ്കിൽ ഇപ്പം ദഹിക്കുന്നുമില്ല, കഴിക്കാനും പറ്റുന്നില്ല, ഉറക്കവുമില്ല. എന്തിനാ പാസ്റ്റർ ഇനി ജീവിക്കുന്നത്? നാം മനസ്സിലാക്കേണ്ടത് ഈ മണ്ഡലങ്ങളെല്ലാം, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ദേഹിയും നമ്മുടെ ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയം നാം നിയന്ത്രിച്ചില്ലെങ്കിൽ ഫിയർ ഡിസ്റ്റോർട്ട്സ് അവർ ഐഡൻറ്റിറ്റി. നമ്മളെ തന്നെ അതങ്ങ് മാറ്റും നാം ക്രമീകരിച്ചില്ലെങ്കിൽ. ഫിയറിന് പലവിധമായിട്ടുള്ള എക്സ്പാൻഷൻസ് വ്യക്തികൾ പറയാറുണ്ട്. ഒന്ന്, ഫോൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ. തെറ്റായിട്ടുള്ള തെളിവുകളാണ്, പക്ഷേ ഇപ്പം കണ്ടു കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഉള്ളതുപോലെ. കാരണം എന്താ? നമ്മുടെ ധ്യാനം മുഴുവൻ അങ്ങനെ ആയിരുന്നു. കാരണം ഒരു ന്യൂസ് കേട്ടു, കമ്പനിയുടെ പ്രോഫിറ്റ് ഇച്ചിരി കുറഞ്ഞു, അയ്യോ എൻ്റെ ജോലി പോയി. എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ അപ്പം ഇനി ആര് ചെലവിന് തരും? അപ്പോൾ പിന്നെ പെട്ടെന്ന് ദർശനം കാണാൻ തുടങ്ങുന്നു, അത് ഞാനും എൻ്റെ മക്കളും വഴിയിൽ കിടക്കുന്നു. അപ്പോൾ അതിൽ പോകുമ്പോഴാണ്, പണ്ട് ഞാൻ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞായിരുന്നു, അവൻ ആ സമയത്ത് അതിലെ വരുവാണ്, നിൻ്റെയൊക്കെ ദൈവം എവിടെ? ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഈ നമ്മുടെ ധ്യാനം ഇതിൽ തന്നെ ആകുമ്പോഴത്തേക്കും അത് വളരെ യാഥാർത്ഥ്യമായി മാറുന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വാട്ട് ടേക്സ് യുവർ അറ്റൻഷൻ ബിക്കംസ് ബിഗ് ഫോർ യു. എന്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് വലുതായിട്ട് വരുന്നു. നമുക്കെല്ലാവർക്കും ഡോക്യുമെന്റ്സ് അറിയാം, അല്ലെങ്കിൽ ഫോട്ടോ അറിയാം. നമ്മൾ ഒരാളുടെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും ശരിക്ക് ഏത് കമ്മലാ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഐഫോൺ ആണോ എന്ന് അറിയണേ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നത് സൂം ചെയ്യുമ്പോഴത്തേക്കും അത് പിന്നെ അത് മാത്രമേ കാണത്തുള്ളൂ, അല്ലേ? ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചൊക്കെ നിങ്ങളെ കാണാം. ഇത് ഞാൻ അടുത്തടുത്ത് ശ്രദ്ധ കൊടുത്ത് ഇവിടെ വരുമ്പോൾ എനിക്കിത് മാത്രമേ കാണാൻ. ഇതാ ഭയം പലപ്പോഴും ചെയ്യുന്നത്. വേറെ ചിലർ തമാശയ്ക്ക് പറയുന്ന ഒരു ഫിയറിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്, ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ.
അതാ പലപ്പോഴും നടക്കുന്നത്. എല്ലാം മറന്നങ്ങ് ഓടുകയാണ്. കാരണം എന്താണ്? കാരണം ഭയം വരുമ്പോൾ നാം ചിന്തിക്കരുത് ഇത് പിശാചിനെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നത്. ഭയം വരുമ്പോൾ നമ്മുടെ ശരീരം എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു കാര്യം റിലീസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ വിഷയം പിശാചാണോ അല്ലേന്നൊന്നും അറിയത്തില്ല. അതൊരു സാധാരണ ഒരു കെമിക്കലാണ്. അതിനിത് പിശാചാണോ ഇത് ആത്മീയ പോരാട്ടമാണോ എന്നൊന്നും അറിയത്തില്ല. അതിന് 3 ജോലി അറിയത്തുള്ളൂ. ഒന്നെങ്കിൽ ഫൈറ്റ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ രണ്ടും പറ്റില്ലെങ്കിൽ ഫ്രീസ്. ഈ കൈ മടക്കി തിരിച്ചോടണോ അതോ ഇടിക്കണോ അതോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഫ്രീസ് ആവണം. ഇതേ ഭയത്തിന് അറിയത്തുള്ളൂ. ഭയം സാധാരണ ഒറ്റയ്ക്ക് വരത്തില്ല. ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയാണ് വരാറ്. പുള്ളിയുടെ പേരാണ് വറി. ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെന്ന് നമുക്ക് തോന്നും. കാരണം ഇതേതാ നമുക്ക് ചിലപ്പം പിടികിട്ടത്തില്ല. ഇത് ഭയമാണോ? അല്ല ബ്രദർ വറിയാണ്. വറിയാണോ? അല്ല ബ്രദർ ഫിയർ ആണ്. തിരുവചനം അതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് ആകുലത എന്നാണ് പറയുന്നത്. ആകുലത എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. നമുക്കുണ്ടായിരിക്കേണ്ട ചില ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ജയിക്കണം എന്ന് പറയുന്ന ഭയങ്ങളൊന്നും നമ്മളെ ക്രിസ്തുവിൽ സഹായിക്കാത്ത ഭയങ്ങളാണ്. എന്നാൽ നമുക്കുണ്ടായിരിക്കേണ്ട ചില ഭയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭയം എന്ന് പറയുന്നത് ദൈവഭയമാണ്. ദൈവഭയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശുഭമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറിവ് കൊണ്ട് തന്നെ യുക്തി കൊണ്ട് തന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റും പഠിക്കുന്നവരല്ല മികച്ച. പഠിക്കണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. പഠിപ്പ് കൊണ്ട് മാത്രമല്ല മികവ് വരുന്നത്, അല്ലെങ്കിൽ ജോലി കൊണ്ട് മാത്രമല്ല വരുന്നത്. തിരുവചനം പറയുന്നത്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, പാസ്റ്ററെ ഏത് കോഴ്സിനാ സ്കോപ്പ്, ഇത് ഇനി അടുത്ത ഞാൻ എന്തെടുക്കണം? അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും വ്യക്തമായിട്ട് എന്തെങ്കിലും ദൈവശബ്ദം കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നീ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എടുത്താലും ഏറ്റവും നല്ല സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും യഹോവയെ ഭയപ്പെടുന്നു ഇല്ല, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു ഇല്ലെങ്കിൽ ജോലി കാണുമായിരിക്കും, കൂലിയും കിട്ടുമായിരിക്കും, അനുഗ്രഹിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. ഫിയർ ഓഫ് ഗോഡ് നമുക്കുണ്ടായിരിക്കേണ്ട ഭയം. ഫിയർ ഓഫ് ഗോഡിനെ കുറിച്ച് ഒരുപാട് ദൂതുകൾ നമുക്കുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവഭയം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ അനുഭവ പരിചയത്തിൽ നിന്ന് നമുക്കറിയുന്ന ചില ഭയങ്ങളുണ്ട്. എന്താണ്? ഒരു വലിയ ഫ്ലാറ്റിൻ്റെ 15ാമത്തെ നിലയിൽ നിൽക്കുമ്പോഴത്തേക്കും, ഒരു ചെറിയ കൈവരി അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇച്ചിരി മാറി നിന്നാൽ നല്ലതാണെന്നുള്ള സാധാരണ വിവരം, കോമൺ സെൻസ് അല്ലെങ്കിൽ ലോജിക്കൽ റാഷണൽ റീസണിങ്. കാരണം ഇതൊന്നും തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ കണ്ടും കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ജ്ഞാനത്തിൽ നിന്നുള്ള ദൈവികമായിട്ടുള്ള ഭയം. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൂർത്ത പെൻസിൽ കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. സിമ്പിൾ ജ്ഞാനത്തിൽ നിന്ന് വരുന്ന നല്ല ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭയങ്ങൾ. എന്തുകൊണ്ടാണ്? ആ ജ്ഞാനം പറയുന്നത് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചില പരിണത ഫലങ്ങളുണ്ട്, ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ. ഈ ഭയങ്ങൾ എന്തുകൊണ്ട് നമുക്കുണ്ടായിരിക്കണം? കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നമ്മളെ മുന്നേറുവാനായിട്ട് സഹായിക്കും. പക്ഷേ ഈ ഭയം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഭയം എന്ന് പറയുന്നത് നമ്മുടെ പരിചയത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലേ? പത്രോസ് ഫിസിക്സ് പഠിച്ചായിരുന്നെങ്കിൽ കർത്താവ് വാന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് ഇവിടെ ബോയൻസി ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, പ്രയാസമാണെന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ അപ്പം ഈ ഭയത്തെ നാം ശ്രദ്ധിക്കേണ്ടത് ദൈവവചനം വ്യക്തമായി പറയുമ്പോൾ അതിനെ നാം ജയിക്കാൻ ചുവടെടുത്തേ മതിയാകും.
മറ്റ് ജ്ഞാനം എന്തു പറഞ്ഞാലും ശരി, ദൈവവചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുമ്പോൾ നാം വിശ്വാസത്തിന് ചുവടുകൾ എടുത്തേ മതിയാകും. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുമ്പോഴും ആ വേദന ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ഇത് നല്ലതിനാ. ഒരു 10 പ്രാവശ്യം പറഞ്ഞ് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരത് മറന്നുപോകും. അതുപോലെ തിരുവചനം പറയുന്ന എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിൻ്റെ വേദന അലക്ഷ്യമാക്കി, ആ ഭയം അലക്ഷ്യമാക്കി, അതിൽ നിന്ന് വരുന്ന പരിണതഫലങ്ങൾ അലക്ഷ്യമാക്കി, ദൈവത്തിൻ്റെ പദ്ധതിയെ മുന്നേറുന്നതായിട്ടുള്ള ശക്തി അത് കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിക്ഷണം നാം ഭയപ്പെടാൻ പാടില്ല. കാരണം അത് നല്ലതിനുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നത്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കാൻ വേണ്ടി ചെത്തിക്കളയുമല്ല ചെത്തി വെടിപ്പാക്കും. അത് നാം ഭയപ്പെടുക. കാരണം ആ ചെത്തലിൽ ചില വേദന ചിലപ്പോൾ കാണും. ഇത് നല്ല വേദനയാണെന്നുള്ളത് കർത്താവ് നമ്മെ സഹായിക്കുമ്പോൾ, മനസ്സിലാക്കി തരുമ്പോൾ നാം അതിലേക്ക് ജയിക്കുവാനായിട്ട് നാം കയറണം. ഭയത്തെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ 3 Ds നമുക്കിന്ന് ഭയത്തെ ഇടിക്കാം. അപ്പം ഹൗ ടു ഓവർകം ഫിയർ, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ഇതിനെ ജയിക്കാം എന്നുള്ളത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ശരീര പ്രക്രിയയുടെ അടിസ്ഥാനത്തിലും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പം എങ്ങനെ നമ്മൾ ഭയത്തിനെ ജയിക്കാം എന്നുള്ളത് നാം മനസ്സിലാക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവല്ല, പക്ഷേ നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഒറ്റ കാര്യമേ ചെയ്യേണ്ടുള്ളൂ. 10 സെക്കൻഡ് സമയമുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭയം എന്താണോ അത് നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ ഭയം എന്താണെന്നുള്ളത് മാത്രം ചിന്തിക്കാതിരുന്നാൽ മതി. താങ്ക് യു. ആരും നിങ്ങളുടെ ഭയത്തെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു എക്സസൈസ് വളരെ പൊതുവായിട്ട് നടക്കുന്നൊരു എക്സസൈസാണ്. ടു പ്രൂവ് ദാറ്റ് ഇതിനെ ചിന്തിക്കാതെ ഞാൻ ജയിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് നടക്കത്തില്ല. എൻ്റെ ഭയത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും വഴിമാറി നാളെ അത് വരത്തില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതകാലം ഞാൻ പേടിക്കാതെ തീർന്നോളും എന്ന് വിചാരിച്ചാൽ ഈ ഭയം അങ്ങനെയല്ല അതിനെ ജയിക്കേണ്ടത്. ഭയത്തെ ജയിക്കാനായിട്ട് വി ഹാവ് ടു ഫേസ് ദ ഫിയർ. നാം ഭയവുമായിട്ട് പോരാടുക തന്നെയാണ് വേണ്ടത് എന്ന് നാം തിരുവചനത്തിലും കാണുന്നു, അനേക ഗവേഷണ ഫലങ്ങളിലൂടെയും കാണുന്നു. വ്യക്തികൾ ഭയത്തെ ജയിക്കുമ്പോൾ, അതിനെ അവർ എതിരിടുമ്പോൾ അവർ അടുത്ത നിലവാരത്തിലെ വിജയത്തിലേക്ക് കയറുന്നു. ദാവീദിനെ സംബന്ധിച്ച് നാം നോക്കുകയാണെങ്കിൽ, ദാവീദ് തനിക്ക് നേരെ വന്ന എല്ലാ ഭയങ്ങളെയും താൻ നേരിട്ടപ്പോൾ ആദ്യമേ ഗോലിയാത്ത് വരണം നിർബന്ധമില്ല. ആദ്യം ഒരു ചെറിയ ആട്ടിൻകൂട്ടത്തെ തന്നത്. അതിനു നേരെ കരടി വന്നപ്പോൾ, അതിനു നേരെ സിംഹം വന്നപ്പോൾ അതിനെ ജയിക്കുവാനായിട്ട് ദാവീദ് തീരുമാനിച്ചു. അത് തന്നെ അടുത്ത യുദ്ധത്തിന് വേണ്ടി ഒരുക്കി. ഹല്ലേലൂയ. എന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് തന്നിരിക്കുന്ന ഒരു ചെറിയ ആട്ടിൻകൂട്ടമായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബമായിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങളുടെ ജോലി സ്ഥലമായിരിക്കും. അവിടെ എന്താകുന്നോ നിങ്ങളുടെ ഭയം, ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചില ഭയങ്ങൾ തന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. ഇന്ന് തീരുമാനിച്ചാട്ടെ, ഞാൻ ഇനി ഇതിൽ നിന്ന് ഞാൻ വഴുതി മാറുന്നില്ല, ഞാൻ ഇനി ഇതിനെ ചിന്തിക്കാതെ വെറുതെ വിടുന്നില്ല, ഞാൻ അതിൻ്റെ നടുവെ പിളർന്ന് ഞാൻ അതിനെ ജയിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ അതിനെ ജയിക്കുമ്പോൾ ഞാൻ അടുത്ത ദൈവിക നിലവാരത്തിന് വേണ്ടി ഞാൻ തയ്യാറാകും. കാരണം ആ സിംഹത്തെയും ആ കരടിയെയും തോൽപ്പിച്ചതിൻ്റെ ബലം അതാ ദാവീദ് പറഞ്ഞത് ശൗലിനോട്. അതായത്, ഞാൻ എൻ്റെ ആടുകളെ തട്ടാൻ വന്ന അതിനെ ഞാൻ തട്ടി, ഇനിയും ഈ ഫെലിസ്തനെ ഞാൻ എടുക്കും.
കാരണം ഈ ഫെലിസ്ത്യൻ വന്നിരിക്കുന്നത്, അവിടെ ആടും കരടിയും അല്ലെങ്കിൽ കരടിയും സിംഹവും വന്നത് എൻ്റെ ചില ആടിന് നേരെയാണ്. എന്നാൽ ഈ ഫെലിസ്ത്യൻ വന്നിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് നേരെയാണ്. അതിനെ ഞാൻ താഴെയിടും. ഹല്ലേലൂയ. ഓരോ തവണയും നാം ഭയത്തിൽ നിന്ന് ജയിക്കുമ്പോൾ നാം അടുത്തതിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ആ ഫെലിസ്ത്യൻ, ഈ തിരുവചനം പറയുന്നത് 40 രാവും പകലും ഈ ഫെലിസ്ത്യൻ ഇസ്രായേലിയരെ വിരട്ടിക്കൊണ്ടേയിരുന്നെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ദൈവത്തെ അറിയുന്ന ദൈവ പൈതൽ അഭിഷേകത്തോടുകൂടെ ഇതിനെ ജയിക്കുവാൻ തീരുമാനിച്ചപ്പോൾ എത്ര ഹീനമായിട്ടുള്ള മരണം ആ ഗോലിയാത്തിന് കൊടുത്തെന്ന് നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ തന്നെ വാളെടുത്ത അവൻ്റെ തല അറുത്തത്. ഒരു യോദ്ധാവിന് ഇതിൽ പരം നാണക്കേട് വേറെയില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല ഭയത്തെയും നാം ഇതുപോലെ നിർവീര്യമാക്കും. ഹല്ലേലൂയ. നമ്മെ എന്തെല്ലാം ഇന്ന് തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു, നാം അതുപോലെ നാം ദൈവത്തിൽ നിന്നുകൊണ്ട്, അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നാം ഇതിനെ തകർക്കും. ആദ്യമായിട്ട് 3 D ഞാൻ പറഞ്ഞു. ഫസ്റ്റ് D ഈസ് ഡിസേൺ. എനിക്ക് ഭയമുണ്ടെന്ന് തോന്നുമെങ്കിൽ അതിനെ ഞാൻ വെറുതെ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാനായിട്ടോ, പലരോടും സംസാരിക്കുമ്പോൾ എന്തോ ഉണ്ട്, സന്തോഷമായിട്ടിരിക്കുന്ന പാസ്റ്റർ, സുഖമായിട്ടിരിക്കുന്ന പാസ്റ്റർ, എന്തോ ആണ്, അല്പം ഭയം. ഒരു അരമണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ അല്പഭയത്തെക്കുറിച്ച് പറയുന്നത്. ഭയം എന്ന് പറയുന്നത് മനുഷ്യന് സ്വാഭാവികമായിട്ട്, ഉൽപ്പത്തി പുസ്തകം തൊട്ട് മനുഷ്യനുണ്ടായിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഭയം. പലരും ഇന്ന് ഭയത്തെക്കുറിച്ച് പറയാത്തത് എൻ്റെ ടെസ്റ്റിമണി പോകും. ഭയമില്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് തന്നെ സംശയം. കാരണം എന്നാലേ ടെസ്റ്റിഫൈ ചെയ്യാനൊക്കത്തുള്ളൂ. നാം ഉള്ളതില്ല എന്ന് പറയുമ്പോൾ നാം ഒരു ഹിപ്പോക്രൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്, കപടഭക്തിക്കാരൻ. കാരണം നമുക്ക് തിരുവചനത്തിൽ നോക്കാം, സങ്കീർത്തനം 56 അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ഇത് സങ്കീർത്തകനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന മനുഷ്യൻ. ഈ സങ്കീർത്തകനാണ് പറയുന്നത്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങാൻ പോകുന്നു. ഒരുപക്ഷെ ഇവിടെ മനുഷ്യർക്ക് പകരം നമ്മുടെ ഭയങ്ങൾ എന്തായിരിക്കും? ചിലപ്പം എൻ്റെ ജോലി തെറിക്കാൻ പോകുന്നു കർത്താവേ, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല കർത്താവേ, എൻ്റെ EMI എന്നെ വിഴുങ്ങാൻ പോകുന്നു, ബാങ്കുകാർ ഇടവിടാതെ എന്നെ പൊരുതി ഞെരുക്കുന്നു, എൻ്റെ എംപ്ലോയീസ് ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഭയം. അക്നോളജ്, ഭയമുണ്ട്, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ആകുലപ്പെടുന്നുവെങ്കിൽ അത് ഡിസേൺ ചെയ്താട്ടെ. അത് ഡിസേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. 2 തിമോത്തിയോസ് 1:7 പറയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, എന്നാൽ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഈ ഭയത്തിൻ്റെ DNA അല്ല. ഇത് ദൈവമല്ല സപ്ലൈ ചെയ്യുന്നത്, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്നത് ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. നാം എന്ന് ഭയത്തിനെ അനുവദിക്കുന്നോ ഈ 3 കാര്യങ്ങളിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ശക്തിയെ ചോർന്നൊലിക്കുവാൻ ഇത് കാരണമാകും. സ്നേഹത്തിൽ നിന്ന് അത് തടുത്തു നിർത്തുവാൻ സുബോധം. ഞാൻ ഓർക്കുന്നു, ഒരു സമയത്ത് അല്പവർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനും, അവസാനം പേടി, ഇത് എവിടെ ചെന്ന് തീരും ഈ ജോലിയുടെ കാര്യം എന്നെല്ലാം ആലോചിച്ചിട്ട് ഭയങ്കര ദേഷ്യം. അപ്പം അന്ന് ഞാൻ ബൈക്കിലാണ് ഇവിടെ വന്നത്. ദേഷ്യത്തിന് പേടിച്ച് ഏതാണെന്ന് മനസ്സിലായി. കാരണം നമുക്ക് നമ്മുടെ വികാരം വന്നു കഴിഞ്ഞാൽ ഏതാണെന്ന് നമുക്കറിയില്ലോ. ബൈക്കെടുത്ത് ഭയങ്കര സ്പീഡിൽ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വീശി ഓടിക്കുന്നു. എവിടെ ക്യാമറ ഉണ്ടോ ആരും നോക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്നിട്ടും അങ്ങ് ആ പേടി തീരുന്നില്ല. അത് കഴിഞ്ഞ് തിരിയുന്നു. നിങ്ങൾ ആലോചിക്കുന്നത് പാസ്റ്ററിന് ഇങ്ങനൊരു മുഖമുണ്ടെന്നുള്ളത് അറിയത്തില്ല അല്ലേ. എന്നിട്ട് അവിടെ പരുത്തിപ്പാറയിൽ നിന്ന് പാണവിളയിൽ നിന്ന് വണ്ടി അങ്ങ് തിരിച്ച് ദേശിക്കപ്പയിൽ എന്നിട്ട് എടുക്കൊരു ഫലൂഡ എന്ന് പറഞ്ഞിട്ട് ഒരു
3 സ്കൂപ്പ് ഉള്ള ഐസ്ക്രീം റോൾ. ഞാൻ ബൈക്ക് ഇങ്ങനെ ഓടിക്കാറുമില്ല, ഞാൻ ഫലൂഡ ഇങ്ങനെ കഴിക്കാറില്ല, ഐ ഡോണ്ട് ഹാവ് എ സ്വീറ്റ് ടൂത്ത്. ഭയം നമ്മുടെ സുബോധത്തെ, അതിനെ ശരിയായ രീതിയിൽ ക്രമീകരിച്ചില്ല എങ്കിൽ നമ്മുടെ സുബോധത്തെ തന്നെ. എൻ്റെ ബോധം പോയപ്പോൾ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ഇന്നും ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഭയം നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ, നാം അതിനെ നിർത്തേണ്ട രീതിയിൽ അതിനെ നാം ജയിച്ചില്ല എങ്കിൽ, അത് നമ്മുടെ സുബോധത്തെ കാർന്നു തിന്നുവാനായിട്ട് കാരണമാകും. തിരുവചനം പറയുന്നത് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര തന്നത്. ഈ ഭാഗത്തിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഭയം എനിക്ക് ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവം എനിക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വരുന്നെങ്കിൽ എനിക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവുള്ളത്, ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റ ഒരു കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്, ഈ അബ്ബാ പിതാവേ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്തിനിടയ്ക്ക് ഭയം വരുന്നെങ്കിൽ അപ്പാ എന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. ഞാൻ അങ്ങനത്തെ സിമ്പിൾ പ്രേയേഴ്സിൽ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ആ വിളിക്കുന്ന ടോൺ കേട്ടാൽ അറിയാം എന്തിനാണ് വിളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്നുള്ള ആ വിളി കേൾക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ അയൺമാൻ സൂട്ടൊക്കെ ഇട്ട് ഞാൻ റെഡിയാണ്. ഒന്നെങ്കിൽ ബാറ്റ് അല്ലെങ്കിൽ ബുക്ക് എല്ലാം എടുത്ത്. എനിക്കറിയാം അവിടെ ഏതോ ഒരു പാറ്റയോ വണ്ടോ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ പ്രാർത്ഥിച്ചത് പിതാവിൻ്റെ പേരിലാണോ പുത്രൻ്റെ പേരിലാണോ പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണോ എന്ന് ഞാൻ ചോദിക്കാറില്ല. ഒറ്റ വിളിയെ വിളിച്ചിട്ടുള്ള ആ ടോണിൽ എനിക്കറിയാം അവരുടെ ആവശ്യം എന്താണെന്നുള്ളത്. ആൻഡ് ഐ വോണ്ട് യു ടു ബിലീവ് ദാറ്റ്. ഈ ചെറിയ പ്രാർത്ഥനകളിൽ ഞാൻ നേരെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പ എന്നുള്ളൊരൊറ്റ വിളി വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയും. ഞാൻ അവിടെ ചെന്ന് ഇവരെ രണ്ടുപേരെയും ഫസ്റ്റ് ബാക്കിലോട്ട് നിർത്തി ഞാനിങ്ങനെ നിൽക്കുക എന്നുള്ളത് എൻ്റെ പരിപാടി. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി അത് ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ. അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഇനി ഈ 3 ഡിക്കകത്ത് 3 ഡിയും മറന്നുപോയി കഴിഞ്ഞാലും ശരി, ഭയം വരുമ്പോൾ അപ്പാന്ന് വിളിക്കാൻ മറന്നു പോകരുത്. ആ ഒറ്റ വിളിയിൽ ആ പ്രാർത്ഥന റിക്വസ്റ്റ് കൊണ്ട് ടോണ് കൊണ്ട് കേൾക്കേണ്ടതെല്ലാം കർത്താവ് സ്വീകരിച്ചു കഴിഞ്ഞു. കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. ഈ പുറമേ ഉള്ള ചില പ്രശ്നങ്ങളെ അതിനെ അടിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ ചില അകത്തുള്ള കാര്യങ്ങളും നമ്മൾ തന്നെ. രണ്ടാമത്തെ ആൾ ഇനി 1-ാം ക്ലാസ്സിൽ കയറാൻ പോവാം. ഇന്നലെ പെട്ടെന്നൊരു പേടി, എനിക്ക് മാർക്ക് കുറയും 1-ാം ക്ലാസ്സിൽ. മാർക്ക് കുറയുമോ എന്നൊരു, പിന്നെ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട്. അവിടെ മൈൻഡിലുള്ള എന്തോ ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റം ആവശ്യമുള്ളത് കൊണ്ട് അതിൻ്റെ സത്യം പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുക. ചില സാഹചര്യങ്ങളും ചില ഭയങ്ങളും നമ്മുടെ അകത്തുനിന്നുള്ളതാണെങ്കിൽ അതിന് തിരുവചനത്തിൽ നിന്ന് തന്നെ നാം അതിൻ്റെ ശക്തി പ്രാപിച്ച് രൂപാന്തരപ്പെട്ടേ മതിയാകൂ. കാരണം എന്താണെന്നറിയാവോ, തിരുവചനം സങ്കീർത്തനം 91 പറയുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും അവൻ്റെ സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തും 1000 10,000 വീണാലും അവനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അസ്ത്രം പറന്നുകൊണ്ടിരിക്കുക. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അത് നിൻ്റെ അടുത്ത് വരത്തില്ലെന്നാണ് പറയുന്നത്. കാരണം അവൻ ആരുടെ മറവിൻ കീഴ്, അവൻ ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. അവനെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനും അറിയാം അവനൊരാപത്ത് വരുമ്പോൾ വിളിക്കാൻ ഒറ്റ പേരേ ഉള്ളൂ, അത് ഈ ദൈവത്തിൻ്റെ പേരാ. ഹല്ലേലൂയ. Hallelujah. I want you to believe in the power of this simple prayers. ആദ്യത്തേത് ഡിസേൺ. എനിക്ക് ഭയമുണ്ടെങ്കിൽ അതിനെ മറച്ചു വെക്കാതെ, ഇവിടെ ഇപ്രകാരം ദാവീദ് പറയുന്നത്, എനിക്ക് ഭയമുള്ള നാളിൽ ഞാൻ കർത്താവിനെ ആശ്രയിച്ചു. 2-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ കയറുക സമയത്തിൻ്റെ കുറവ് കൊണ്ട്. ആദ്യം ഡിസേൺ. കാരണം ഇങ്ങനെ ഒരു പ്രിൻസിപ്പിളുണ്ട്, ഓൺലി ഇഫ് യു നെയിം ഇറ്റ് യു ക്യാൻ ടൈം ഇറ്റ്. നാം തിരിച്ചറിയാത്ത കാര്യത്തെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയുകയില്ല. തിരിച്ചറിയാത്ത കാര്യത്താണെങ്കിൽ നമുക്ക് അതിനോട് വേണ്ട അരുത് എന്ന് പറയുവാൻ കഴിയുകയില്ല. ഞാൻ ഭയപ്പെടുന്നുവെങ്കിൽ ഞാൻ ഭയപ്പെടുന്നുവെന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത്
പറഞ്ഞാട്ടെ, പ്രാർത്ഥനാ സമയത്ത് മസിൽ പിടിക്കാൻ പോകരുത് കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവ് ഹൃദയങ്ങളെ തൂക്കി നോക്കുക, അറിയും ഒക്കെ ചെയ്യുന്ന കർത്താവ്. അന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഹൃദയത്തിന് ഇച്ചിരി തൂക്കം കൂടുമ്പോഴേ കർത്താവിനറിയാം ഭയപ്പെട്ട് എല്ലാം പോയി കിടക്കുമെന്നറിയാം. അതങ്ങ് പറഞ്ഞാൽ ഒത്തിരി സമാധാനമുണ്ട്. അപ്പാന്ന് വിളിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ വാക്കുകൾ അധികം വരത്തില്ല. ആ ഒറ്റ വിളിയിൽ കർത്താവ് വിടുതൽ തരും. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് സെക്കൻഡ് D2 ഇസ് ഡിസ്ട്രാക്ട്. നാം നേരത്തെ കണ്ടു ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. എല്ലാ സമയവും നാം ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു പാമ്പ് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വളരെ പാർട്ടി ആഘോഷിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ശരീരം തന്നെ ദർ ഇസ് എ സിസ്റ്റം കോൾ അറ്റൻഷണൽ ഫോക്കസ് ടു ത്രെറ്റ്സ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിലേക്ക് അറ്റൻഷൻ കൊടുത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരം ഒരുങ്ങുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ അകത്തുള്ള ഭയം അത് തെറ്റായിട്ടുള്ള നുണകളിൽ നിന്നുള്ള ഭയമാണ്, തെറ്റായിട്ടുള്ള ചിന്തകളിൽ നിന്നുള്ള ഭയമാണ്. അയ്യോ, കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞു, ഓ ഇനി എൻ്റെ കാര്യം പോക്കാം. അപ്പം പറഞ്ഞാൽ തോന്നും ഇത്രയും കാലം കമ്പനിയാണ് നടത്തിയതെന്ന്. കർത്താവ് ആ കമ്പനിയാണ് നടത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ 1,45,000 പേരുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ ഇരുന്ന് ആലോചിക്കും, എൻ്റെ കർത്താവ് ഇവർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കണം, എൻ്റെ കർത്താവ് എത്ര പൈസ ഇവർക്ക് കൊടുക്കണം. കർത്താവ് നടത്തുന്നത്. പലപ്പോഴും ഈ ചില ഭയങ്ങൾ നമ്മുടെ തെറ്റായിട്ടുള്ള ചിന്താരീതികളിൽ നിന്ന്, നുണകളിൽ നിന്ന് വ്യാപരിക്കുന്നതായതുകൊണ്ട് വി നീഡ് ടു ഡിസ്ട്രാക്ട്. ഇതിനെ ചിന്തിച്ച്, ഈ ഭയത്തെക്കുറിച്ച് ചിന്തിച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഷെയർ ഇന്ന് കുറഞ്ഞു, നാളെ താന്നാൽ മറ്റേത് എൻ്റെ വാല്യൂ, ആ വാല്യൂ, ഈ വാല്യൂ, മറ്റേ വാല്യൂ. ഇത് ചിന്തിച്ച് തീരാൻ പറ്റത്തില്ല. വോളിബോൾ കളിക്കുന്നവർക്കറിയാം, അതായത് നമ്മുടെ എനിമി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോച്ച് ഇത് ഇങ്ങനെ ഒരു സിമ്പൽ കാണിക്കും, ടൈം ഔട്ട്. നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് തോട്ട് റേസിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അയ്യോ എനിക്കിനി പൈസ ഇല്ല, അപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, പെട്ടെന്ന് ദർശനം കാണുന്നു, കുഞ്ഞുങ്ങൾ ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കുന്നു. തോട്ട് റേസിംഗ്. പിശാച് ഈ അമ്പുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മളെ ലജ്ജിപ്പിക്കുവാനായിട്ട്, നമ്മളെ താഴ്ത്തുവാനായിട്ട് എറിഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടൈം ഔട്ട് വിളിച്ചോണം. ഈ സ്കോറിങ് ഞാൻ ഒന്ന് നിർത്താം. പണ്ടൊരു മന്ത്രി പറഞ്ഞ പോലെ ആ ഫ്ലോ അങ്ങ് കളയണം നമുക്ക്. അതങ്ങ് നിർത്തി. ദിസ് ഇസ് എ വെരി വെൽ നോൺ സ്ട്രാറ്റജി. നാം എന്താ ചെയ്യേണ്ടത്? തിരുവചനം പറയുക. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഫിലിപ്പ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിന് 6-ാം വാക്യം, അതായത് ഒന്നുകൊണ്ടും ആകുലപ്പെടരുത്. ആകുലത വരുവാണെങ്കിൽ തിരുവചനം ഒന്നുകൊണ്ടും ആകുലപ്പെടരുത്. നീ ടൈം ഔട്ട് എടുത്ത്, നീ ആ ഫ്ലോ കളഞ്ഞ്, നീ സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കേണ്ടത്. തിരുവചനം എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് ശരി നോക്കാട്ടെ. അതിനുശേഷം പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം 2 സ്ഥലങ്ങളിൽ കർത്താവ് ഹാൻഡിൽ ചെയ്തോളും, നമ്മുടെ ഹൃദയങ്ങളെയും നിനവുകളെയും. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ശരിയായി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫ്ലോ ചെയ്യും. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഞാൻ ചില പ്രാക്ടിക്കൽ കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. എന്നാൽ ചിലർക്ക് ഒരുപക്ഷെ അങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. കാരണം അവരുടെ ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ടേക്ക് എ ടൈം ഔട്ട്. കാരണം ഈ ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന മാറുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. നാം ഈ കാര്യം തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞ് ക്ലാസ്സിന് പുറത്ത് നിൽക്കുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹൃദയമിടിപ്പ് 150ആയി. അപ്പോഴാണ് അവൻ്റെ റിസൾട്ട് വിത്ത്ഹെൽഡും കൂടി ആക്കി, ഫീസ് അടയ്ക്കാത്തതുകൊണ്ട്. അപ്പോൾ 180ആയി. ചിന്തിക്കുന്നതനുസരിച്ച് നാം വലിയ പ്രയാസത്തിലൂടെ പോകുമ്പോഴത്തേക്കും ടേക്ക് എ ബ്രേക്ക്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോൾ ചിലർ പറയുന്നത്, പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ഇറ്റ്സ് ഓക്കെ.
കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആരാധന ഇഷ്ടമാണോ? ഒരു നല്ല പാട്ടിട്ട് ആരാധിച്ചാട്ടെ. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 14 വാക്യം പറയുന്നത്, നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിനെ അബലമാക്കും. ചില സമയത്ത് ഈ തോട്ട് സ്റ്റോപ്പിംഗ് ചെയ്യാൻ പറ്റാത്തപ്പം, നമ്മുടെ യുക്തിക്ക് അപ്പുറമായിട്ടുള്ള ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളൊരു സ്ട്രെങ്താണ് അന്യഭാഷ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമേ വരത്തുള്ളൂ, മനസ്സിനകത്തുള്ള ഒന്നും ഏശത്തില്ല. അതങ്ങ് പോട്ടെ, അത് ഏശാത്തതാണ് നല്ലത്. കാരണം ഇപ്പം കിടക്കുന്നത് മുഴുവൻ പുറത്തായതേ ഉള്ളൂ. അപ്പം മോൻ പുറത്തായി, അപ്പോഴത്തേക്കും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കർത്താവിൻ്റെ പ്രൊവിഷൻ വരും, വിശ്വാസം വരും, പ്രത്യാശ വരും. അവൻ പിന്നെ ക്ലാസ്സിനകത്ത് കയറും. ഗവേഷണം പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യമാണ് റിഥമിക് എക്സസൈസ്. കാരണം എന്താ? ഹൃദയമിടിപ്പ് മാറിക്കിടക്കുവാണ്. റിഥമിക് എക്സസൈസ്, വർഷിപ്പ്. നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് അറിയാമോ? സ്കെയില് വേണ്ട, സ്കെയിലൊന്നും ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് വർഷിപ്പ്. അപ്പോഴായിരിക്കും ചിലപ്പം പുതിയ പാട്ടൊക്കെ വരുന്നു. സങ്കീർത്തനം 56 അധ്യായത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സങ്കീർത്തനം 56 കുറിച്ച് പറയുന്നത് ദാവീദിൻ്റെ സുവർണ ഗീതമെന്നാണ് പറയുന്നത്. എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നു, ഗത്തിൽ വെച്ച് ഫിലിസ്ത്യന്മാർ അവനെ പിടിച്ചപ്പോൾ എഴുതിയത്. ചില സുവർണ ഗീതങ്ങൾ അങ്ങനെ വരുന്നത്. ഐ എം ഷുവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില പാഠങ്ങൾ, ചില കർത്താവിൻ്റെ മഹത്വങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ സുവർണഗീതമായില്ലേ? ഡിസ്ട്രാക്ട് യുവർ സെൽഫ്. ചില വ്യക്തികൾ നിങ്ങളെ ഇങ്ങനെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് ഭയം വരുന്നെങ്കിൽ, തിരുവചനം പറയുന്നത് നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ ഭയങ്കര തട്ടിപ്പാന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതുകൊണ്ട് വിരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എക്സ്ക്യൂസ് മീ, ഇപ്പം ഞാൻ വരാമേ എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലോ അങ്ങ് കളയണം. ഡോണ്ട് അലൗ ദ എനിമി ടു ഇന്റിമിഡേറ്റ് യു. ഇപ്പൊ ചില ശക്തന്മാർ പറയും, വേണ്ട കേട്ടിട്ട് പോയാൽ മതി, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പോയാൽ മതി. അപ്പൊ അങ്ങ് തുമ്മുന്നത് പോലെ ഒരു 5-6 സെക്കൻഡ് അങ്ങ് എടുത്താൽ. നിങ്ങൾ വിചാരിച്ചോ ഞാൻ തുമ്മാൻ പോവാം? കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിനിൽ നമുക്കൊരു തോന്നൽ വന്ന്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വന്ന്, ഒരു തോന്നൽ വന്ന്, ശരീരത്തിൽ അത് തോന്നി തെറ്റാനുള്ള ഫോൺ എറിയുക, പാത്രം എറിയുക, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ആ ഫ്ലോ ഒരു 6 സെക്കൻഡ് ബ്രേക്ക് ചെയ്താൽ ആ ചെയിൻ ബ്ലോക്ക് ആവും. This is termed in psychology as moments of grace. Yeah? So I want to encourage each one of you, do not allow ആ ഭയത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രൂട്ട് എടുക്കാൻ സമ്മതിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഭർത്താവ് ഇറിറ്റേറ്റ് ചെയ്യുന്നു, ചില ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടോ, ജസ്റ്റ് take time out and go into the presence of God. Regulate yourself. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എൻ്റെ മക്കളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്സെറ്റ് ആകുമ്പോഴത്തേക്കും പോയി തിരിച്ചു വന്നിട്ട് എന്നോട് പറ, I am upset with you. It's okay. വാതിൽ അടിച്ചടയ്ക്കണ്ട, ഫോൺ എടുത്ത് എറിയണ്ട, നല്ല വില കൊടുത്ത് മേടിച്ചല്ലേ. Moments of grace. Break that flow. Take that time out. If you want to go out and walk. Brisk walking അല്ല, ഓൾറെഡി വേർതിരിക്കുവാണ്. പതുക്കെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ചിലർക്ക് ഞാൻ ഓർക്കുന്നു, ADS 2011 പോയതിന് ജോഗ് ചെയ്യണമെന്ന് രാവിലെ പറഞ്ഞാന്ന്, ബാക്കിൽ തീ വെച്ചതുപോലെ ചിലർ ജോഗ് ചെയ്യുന്നു. എടാ പതുക്കെ ഓടാ,
ഡിസ്ട്രാക്ട് യുവർ സെൽഫ്, ഗോ ഫോർ എ വാക്ക്, യു വോണ്ട് ടു ടേക്ക് എ ഷവർ. ബോഡിയെ സമാധാനത്തിൽ കൊണ്ടുപോവാ. അതിനുശേഷം സങ്കീർത്തനം 56 നിങ്ങൾ ധ്യാനിക്കണം. അവിടെ സങ്കീർത്തനം തുടങ്ങുന്നത് ഞാൻ ഭയപ്പെടുന്നു, എന്നെ വിഴുങ്ങുന്നു. പക്ഷെ 3-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയാ, ഞാൻ ഭയപ്പെടുന്ന നാളുകളിലൊക്കെ ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചു. വാക്യം അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും 9-ാമത്തെ വാക്യത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിപ്പാടുകളും കൂടെ കർത്താവ് തരും. അവിടെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് പാസ്റ്റർ അല്ല പറഞ്ഞത്, പ്രോഫറ്റ് അല്ല പറഞ്ഞത്, ഞാൻ അറിയുന്നു. എനിക്ക് ബ്രദർ രവി സക്കറിയാസ് പറഞ്ഞ ആ ഒരു കോട്ട് ഭയങ്കര ഇഷ്ടമാണ്. The more you are alone with God, you will know that you are never alone. നിങ്ങൾ എത്ര അധികം ദൈവത്തിനു കൂടെ ആയിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾ അറിയും ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. D3 ഏറ്റവും അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുക. And then I'm going to pray and minister. D3 is about the design. ആദ്യത്തേത് D1 is about discern. എനിക്ക് ഭയം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം. രണ്ടാമത് അവനെ ഞാൻ ഇനി അനുവദിക്കത്തില്ല, ഞാൻ ഡിസ്ട്രാക്ട് ചെയ്യും, ഞാൻ ഫ്ലോ കളയും. അതൊരാളെന്നെ വിരട്ടിയാലും ശരി, ഒരു ചിന്ത വിരട്ടിയാലും ശരി, ഞാൻ ഇനി അനുവദിക്കത്തില്ല. കാരണം ഞാൻ ഭയപ്പെടാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവനല്ല. ഞാൻ അതിശയവും ഭയങ്കരവുമായിട്ട് അല്പനാളുകളിലത്തേക്ക് ദൈവ പദ്ധതി ചെയ്യാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു ദൈവവേദന. എൻ്റെ പരിപാടി കഴിയുമ്പോൾ ഞാൻ പോവും. ഹല്ലേലൂയ. മൂന്നാമത്തെ D3 is my design. എൻ്റെ design is to be a child of God. And I want to prophetically declare this scripture portion over the church. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35-ാമത്തെ തൊട്ട് 41-ാമത്തെ വാക്യം പറയുന്നത്, അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. കർത്താവ് നിങ്ങളെ ഇങ്ങോട്ട് വിട്ട് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിൽ അത് കർത്താവ് എത്തിക്കും. ഹല്ലേലൂയ. അത് കർത്താവ് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പുരുഷാരത്തെ വിട്ടു. നമ്മൾ ചിലതിനൊക്കെ വിട്ടിട്ടാ വന്നിരിക്കുന്നത്. കർത്താവ് നാം കൊടുത്തിരിക്കുന്ന വില അറിയുന്നു. എത്രമാത്രം കൊടുങ്കാറ്റുകൾ വന്നാലും ശരി, അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ, they were so prompt to obey the order or the voice of God. പലരും ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ട്, കർത്താവിനെ മാനിക്കുവാനുള്ള ഹൃദയത്തോടെ. അയ്യോ, കൊടുങ്കാറ്റ് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല, ദാറ്റ്സ് ഓക്കേ. പക്ഷെ ഈ പടകിൽ കർത്താവുണ്ടെന്ന് മാത്രം ഉറപ്പിച്ചാൽ മതി. അവൻ ഇരുന്ന പാടെ പടകെടുത്ത് കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും ഉണ്ടായിരുന്നു. അയ്യോ, അന്ന് ഫെലോഷിപ്പിൽ എല്ലാവരും ഭയങ്കര പവറായിരുന്നു. അവരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാ ഞാൻ ഇതിനകത്തോട്ട് കയറിയത്. അന്ന് കുറച്ച് ചെറുപടകുകൾ ഉണ്ടായിരുന്നു. ആരാ ചെറുത് ആരാ വലുതെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ അങ്ങ് പോയി. പക്ഷേ ഒരു സമയം വന്നപ്പോഴത്തേക്കും, ഞാനിപ്പോൾ ഒരു ഇമേജ് കാണിക്കാനായിട്ട് പോകുകയാണ്. ഒരു സിങ്ക് ചെയ്യുന്ന ഒരു ഇമേജ്. ഇഫ് യു ക്യാൻ പുട്ട് ദാറ്റ്. പടകൊന്നും ഇപ്പം ഇന്നത്തെ കാലത്തില്ലെന്നറിയാം. പക്ഷെ ഒരു പക്ഷേ ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് ദിസ് ഇസ് യുവർ കണ്ടീഷൻ, ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് ഐ ഹാഡ് ദിസ് കണ്ടീഷൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു അല്പ വർഷങ്ങൾക്ക് മുമ്പാകെ. കാലുറയ്ക്കുന്നില്ല. അയ്യോ, ഇന്ന് ദൂരമായിട്ട് കിടക്കുക, ഒരു മനുഷ്യനില്ല. തോന്നുക ഒരു മനുഷ്യനില്ല. അല്പനേരം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം ഞാൻ ചിന്തിക്കുക, തോട്ട് റേസിംഗ്, ഇപ്പൊ തീരും, തീർന്നു. പക്ഷെ നാളുകൾ കഴിഞ്ഞു, തീരുന്നില്ല, മുങ്ങുന്നില്ല.
ഞാൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ആവശ്യമാണ്. കാരണം എന്താണെന്നറിയോ? കാരണം ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തൊരു ഇമേജിനെ കുറിച്ച് ദൈവം എന്നെ കാണിച്ചു തന്നെ. അതൊന്ന് കാണിക്കാമോ? കാരണം ഇതുകൊണ്ടാണ് ഞാൻ വീഴാത്ത. കാരണം ഞാൻ വീഴുമെന്ന് വിചാരിച്ചു, എൻ്റെതെല്ലാം തീർന്നെന്ന് വിചാരിച്ചു, എൻ്റെ ശക്തിയിലുള്ളതെല്ലാം തീർന്നു വിചാരിച്ചപ്പോഴത്തേക്കും ആ ഒരു തള്ളവിരൽ എൻ്റെ മേൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ താഴെ പോകത്തില്ല. ഹല്ലേലൂയ. അന്ന് മനസ്സിലായി എൻ്റെ കർത്താവ് എന്നെ താങ്ങുന്നു എന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ട് വേണം നാം ജീവിക്കാനായിട്ട്. എൻ്റെ കർത്താവ് എന്നെ എത്രമാത്രം ഞാൻ പ്രതികൂലത്തിലൂടെ പോയാലും ശരി, ഞാൻ എത്രമാത്രം മാനുഷിക സഹായമില്ലാതെ വലഞ്ഞാലും ശരി, എൻ്റെ പാപത്തിൻ്റെ കട്ടി എത്രമാത്രം ചുമപ്പാണെങ്കിലും ശരി, ആ തള്ളവിരല് ഞാൻ പിടിച്ചിരിക്കുന്ന പിടി വിടാതിരിക്കാനായിട്ട് എന്നെ സഹായിക്കും. ഹല്ലേലൂയ. കാരണം ഈ വേദഭാഗത്തിന്റെ അവസാനം പറയുന്നത് യേശു ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞ, കാറ്റും കടലും പോലും ഇവനെ അനുസരിച്ചു. ഇവൻ ആരാ? നമ്മൾ ചിലരുടെ സാഹചര്യങ്ങളുടെ കർത്താവ് ഒരു പുതിയ ശക്തമായിട്ടുള്ള വെളിപ്പാട് തരാൻ പോകുന്നത്. ഹല്ലേലൂയ. ആ ഡിസൈൻ, നമ്മുടെ അകത്തുള്ള ഡിസൈൻ ദൈവ പൈതലായിട്ട് ദൈവത്തെ മാനിക്കാനായിട്ടാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സെൻട്രാലിറ്റി എന്ന് പറയുന്നത് ഒരു 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 വിവാഹമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നതോ ഏറ്റവും മികച്ച ജോലി നേടുന്നതോ അല്ലെങ്കിൽ ഏറ്റവും പ്രൊമോഷൻ കിട്ടുന്നതോ പണമോ ഒന്നുമല്ല. അല്പനാളത്തേക്ക് പിതാവ് ഇവിടെ അയച്ചിരിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുമോ? നിവൃത്തിയായി പിതാവേ, കർത്താവെ കഴിഞ്ഞു, താങ്ക് യു, താങ്ക് യു. നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭയങ്ങളെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ അകത്ത് ഭാരങ്ങളും ഭയങ്ങളും ഉണ്ടെങ്കിൽ കർത്താവിന് സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആ തേങ്ങലുകളിൽ നിന്ന് ആ വേദന അറിയുന്നു, ആ ഭാരം അറിയുന്നു. ഇറ്റ് ഈസ് ഓക്കെ ടു ബി സ്കേർഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവം നമ്മുടെ പിതാവ്, ദൈവം നമ്മുടെ പിതാവ്. യു ക്യാൻ ബി റോ ഇൻ ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിന് മുമ്പാകെ പച്ചയായി നാം ആകുന്നത് പോലെ നമുക്കാകുവാൻ കഴിയും. നിങ്ങളുടെ ഭയങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാട്ടെ. അതോടൊപ്പം തന്നെ ഒരു തീരുമാനമെടുത്താട്ടെ, ഞാൻ ഈ ഭയത്തിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി അനുവദിക്കില്ല. ഞാൻ എൻ്റെ ഭയത്തിൽ ഞാൻ ദൈവത്തെ ആശ്രയിക്കും. ഞാൻ ദൈവം തരുന്ന ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതോടൊപ്പം തന്നെ എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവ പൈതലായിക്കൊണ്ട. പിന്നെയും ഭയപ്പെടുവാൻ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയുടെ ജനത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ ഒരു പാട്ട് പാടാം, സമുദ്രങ്ങൾ. ഹല്ലേലൂയ. സമുദ്രങ്ങൾ എൻ്റെ മേലെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. ഹല്ലേലൂയ. കർത്താവേ,
ഞങ്ങളുടെ ഭയങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ജ്ഞാനത്താലും കൃപയാലും ഞങ്ങൾ അതിന്മേൽ ജയമെടുക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ തക്ക സമയത്ത് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾ ഗോലിയാത്തിന് നേരെ നിന്ന് അഭിഷേകത്തോടുകൂടെ ആ ഗോലിയാത്തുകളെ ജയിക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. വി ആർ ഡിസൈഡിങ് ടു ഫേസ് അവർ ഫിയേഴ്സ്. ഞങ്ങൾ മേൽക്കുമേൽ ദൈവകൃപ പ്രാപിച്ച് കർത്താവിനെ സകലത്തിലും മഹത്വപ്പെടുന്നവരായി മാറും. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.